All are welcome to this class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെസ്സസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ് നമ്മൾ പഠിച്ചിരുന്നു. ടെൻസൈൽ സ്ട്രെസ്, അതുപോലെ ഷിയർ സ്ട്രെസ്, അത് കൂടാതെ മൂന്നാമത്തത് കമ്പൈൻഡ് സ്ട്രെസ്സും എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ കണ്ടു. മൂന്ന് തരത്തിലുള്ള സ്ട്രെസ്സുകൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് ഉണ്ടാകാം. ഒരു ത്രെഡഡ് ജോയിന്റിലേക്ക് രണ്ട് പാർട്ടുകൾ തമ്മിൽ, രണ്ട് മെഷീൻ പാർട്സുകൾ തമ്മിൽ സ്ക്രൂഡ് ജോയിന്റ് അല്ലെങ്കിൽ ത്രെഡഡ് ജോയിന്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ സ്ട്രെസ് എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇവിടെ കണ്ടത്. ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാകാം. രണ്ട് പാർട്ടുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന് ഒരു ടെൻസൈൽ ഫോഴ്സ് ആണ് വരുന്നതെങ്കിൽ, അതിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ആണ് അതിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യും ബോൾട്ടിന്റെ മുകളിൽ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നതെന്നാണ്. എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നതും സ്ട്രെസ് ഏരിയ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്ട്രെസ് ഏരിയ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുറഞ്ഞ ഏരിയ വരുന്ന ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഫെയിലർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടാകുക. സ്വാഭാവികമായിട്ടും അത് കോർ ഏരിയയാണ്. ഒരു ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം കോർ ഏരിയയിലായിരിക്കും ഫെയിലിയർ വരാനുള്ള സാധ്യത കൂടുതൽ ഒരു ടെൻസൈൽ ലോഡ് വരുന്ന സമയത്ത്. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് ഒരു ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ, എക്സ്റ്റേണൽ ലോഡ് ഒരു ടെൻസൈൽ ലോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ബോൾട്ടിന്റെ ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്ട്രെസ് ഏരിയ എന്ന് പറയുന്നത് കോർ ഏരിയയാണ്. നേരത്തെ പറഞ്ഞു. അതേ ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്, ആ സ്ട്രെസ് സിഗ്മ ടി, ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ടി എന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത്. സ്വാഭാവികമായിട്ടും അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്റ്റേണൽ ലോഡിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഡിസൈൻ സേഫ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയയാണ്. അപ്പോൾ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. സോ ഇവിടെ എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് കോർ ഏരിയ ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, കോർ ഏരിയ ഇൻറ്റു ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ ഇവിടെ ഇത് ഒരു ബോൾട്ടിന്റെ മാത്രം കേസാണ്. എന്നാൽ നമ്പർ ഓഫ് ബോൾട്ട്സ് നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ട് എങ്കിൽ എക്സ്റ്റേണൽ ലോഡ് ഈക്വൽ ആയിട്ട് ഓരോ ബോൾട്ടും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. വരുന്ന എക്സ്റ്റേണൽ ലോഡ് നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടെങ്കിൽ അത്രയും എണ്ണം ബോൾട്ടുകൾ ആ മുഴുവൻ ലോഡിനെയും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് P ഈസ് ഈക്വൽ ടു π/4 dc² സിഗ്മ ടി ഇൻറ്റു n ആയിരിക്കണം. ഒരു ബോൾട്ടിൽ മാത്രം വരുന്ന ഫോഴ്സാണ് π/4 dc² സിഗ്മ ടി. അതേ ഇൻറ്റു n ചെയ്യുമ്പോൾ ടോട്ടൽ ഫോഴ്സ് നമുക്ക് കിട്ടും. അതായത് ആ ടോട്ടൽ ഫോഴ്സ് എക്സ്റ്റേണൽ ലോഡിന് ഈക്വലായി വരും. ഓക്കെ, അടുത്തത് ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ ലോഡ് ആക്ട്സ് അറ്റ് ക്രോസ് സെക്ഷൻ കറസ്പോണ്ട്സ് ടു നോമിനൽ ഡയമീറ്റർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. ഷിയർ ലോഡ് ആക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോമിനൽ ഡയമീറ്ററിൽ വരാവുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ലോഡ്, നമുക്ക് എക്സ്റ്റേണൽ ഷിയർ ലോഡ് നമ്പർ ഓഫ് ബോൾട്ട് n ഉണ്ട് എങ്കിൽ എക്സ്റ്റേണൽ ഷിയർ ലോഡ് കാണുന്നത് PS equal to π/4 d² ടോ ഇൻറ്റു n എന്നാണ്. ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്, π/4 d² എന്ന് പറയുന്നത് ഇവിടെ നോമിനൽ ഡയമീറ്ററിന്റെ ഭാഗത്ത് വരുന്ന ഏരിയയാണ്. ആ ഏരിയ ഇൻറ്റു n നമ്പർ ഓഫ് ബോൾട്ട്. അപ്പോൾ ടോട്ടൽ ഷിയർ ലോഡ് നമുക്ക് കിട്ടും. അടുത്തത് നമ്മൾ കണ്ടു കമ്പൈൻഡ് ടെൻസൈൽ ആൻഡ് ഷിയർ സ്ട്രെസ്സസ്. കമ്പൈൻഡ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ആക്സിസ് ഓഫ് ബോൾട്ടിന് ഇൻക്ലൈൻഡ് ആയിട്ട് ലോഡ് വരികയാണെങ്കിൽ രണ്ട് സ്ട്രെസ്സും വരാനുള്ള സാധ്യതയുണ്ട്. അതായത് സർഫസിന് അല്ലെങ്കിൽ ബോൾട്ടിന് 100% അതിന് ആക്സിയലായിട്ടാണ് ലോഡ് വരുന്നതെങ്കിൽ നമുക്ക് അറിയാം അവിടെ ഉണ്ടാകുന്ന ടെൻസൈൽ ലോഡായിരിക്കും. അതേസമയം പെർപെൻഡിക്കുലർ ആയിട്ടാണ്, അതായത് ബോൾട്ടിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഷിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഷിയർ ലോഡായിരിക്കും വരാം. അതേസമയം ഇൻക്ലൈൻഡ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ, ഇൻക്ലൈൻഡ് ലോഡാണെങ്കിൽ രണ്ടും വരും, രണ്ട് കമ്പോണന്റ് വരും. അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് രണ്ട് കമ്പോണന്റും ഉണ്ടാകും. ഒന്ന് നോർമൽ കമ്പോണന്റും ഒന്ന് അതുപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു കമ്പോണന്റും ഉണ്ടാകും. ഈ രണ്ട് കമ്പോണന്റുകളും കൂടെ വരുന്നതുകൊണ്ട് രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സും ഉണ്ടാകാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല മാക്സിമം പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ്സും മാക്സിമം പ്രിൻസിപ്പൽ ടെൻസൈൽ സ്ട്രെസ്സും കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പ്രിൻസിപ്പൽ ഷിയർ സ്ട്രെസ് കാണാനുള്ള ഫോർമുല ½ സിഗ്മ ടി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടോ സ്ക്വയർ എന്നാണ്. അതുപോലെ മാക്സിമം പ്രിൻസിപ്പൽ ടെൻസൈൽ സ്ട്രെസ് കാണുന്നത് ½ സിഗ്മ ടി പ്ലസ് √സിഗ്മ ടി സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ടോ സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ വരുന്ന സ്ട്രെസ് പെർമിസിബിൾ സ്ട്രെസ്സിനേക്കാളും അല്ലെങ്കിൽ സേഫ് സ്ട്രെസ്സിനേക്കാൾ കൂടാൻ പാടില്ല. അതാണ് നമ്മുടെ ഡിസൈൻ കൺസ്ട്രെയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് സംബന്ധമായിട്ട് എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം,
An electric motor weighing 10 kilonewton is lifted by means of an eye bolt which is screwed into the frame of the motor. The eye bolt has coarse threads. Find the nominal diameter of the bolt if the tensile stress is not to exceed 65 megapascal. ഇതാണ് ഈ പ്രോബ്ലം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഇലക്ട്രിക് മോട്ടോർ 10 കിലോ ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് മോട്ടോർ ഒരു ഐ ബോൾട്ട് ഉപയോഗിച്ച്, ഐ ബോൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഐ ബോൾട്ട് ഉപയോഗിച്ച് അത് ലിഫ്റ്റ് ചെയ്യാണ്. അത് ഈ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രെയിമിലേക്ക്, ഈ മോട്ടോറിന്റെ ഫ്രെയിമിലേക്ക് സ്ക്രൂ ചെയ്തിരിക്കുകയാണ്. ഇനി ഐ ബോൾട്ടിനുള്ളത് കോഴ്സ് ത്രെഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് നമുക്ക് കാണണം. ടെൻസൈൽ സ്ട്രെസ് തന്നിരിക്കുന്നത് 65 മെഗാ പാസ്കൽ ആണ്. ടെൻസൈൽ സ്ട്രെസ് 65 മെഗാ പാസ്കൽ ആണ്. നമുക്കറിയാം 65 മെഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു 65 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. 65 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് തുല്യമാണ്. ഇനി ഇവിടെ വരുന്ന എക്സ്റ്റേണൽ ലോഡ് അവർ തന്നിരിക്കുന്നത് 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 10 × 10 ക്യൂബ്. അത് ഏതിന് തുല്യമായിരിക്കണം? ഇതിന്റെ ഈ ബോൾട്ടിന്റെ കോർ ഏരിയ ഇൻറ്റു ബോൾട്ടിന് താങ്ങാൻ കഴിയുന്ന ടെൻസൈൽ സ്ട്രെസ് ഇതിന് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ലോഡ് ഇക്വേറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ഐ ബോൾട്ടിന് ഈ എക്സ്റ്റേണൽ ലോഡ് അല്ലെങ്കിൽ ഇതിന്റെ വെയിറ്റ് താങ്ങാനുള്ള കഴിവുണ്ടാവും. സോ പി ഇസ് ഈക്വൽ ടു 5/4 DC സ്ക്വയർ സിഗ്മ ടി ആയിരിക്കും. അപ്പോൾ കോർ ഡയമീറ്റർ ബോൾട്ട് DC നമുക്ക് കാണാം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് 4p ഡിവൈഡ് ബൈ പൈ ഇൻറ്റു സിഗ്മ ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 × 10 × 10 ക്യൂബ് ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 65. 14 മില്ലിമീറ്റർ കിട്ടും. അപ്പോൾ നമുക്ക് അറിയാം ഒരു എംപിരിക്കൽ റിലേഷൻ നമുക്കറിയാം. DC ഈക്വൽ ടു 0.84 D ആണ്. കോർ ഡയമീറ്റർ ഈക്വൽ ടു 0.84 × നോമിനൽ ഡയമീറ്റർ ആണ്. സോ നോമിനൽ ഡയമീറ്റർ D is equal to DC ഡിവൈഡ് ബൈ 0.84 എന്ന് എഴുതാം. സോ 14 ഡിവൈഡ് ബൈ 0.84 ഈക്വൽ ടു 16.67 എന്നാണ് കിട്ടുന്നത്. ആ വാല്യൂ തൊട്ടടുത്ത ഹയർ വാല്യൂ നമ്മുടെ അപ്രൂവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 18 മില്ലിമീറ്റർ ആണ്. അതിലേക്ക് നമ്മൾ മാറ്റുന്നു. 16 കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് 18 ആണ്. നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് വാല്യൂ, ആ സ്റ്റാൻഡേർഡ് വാല്യൂയിലേക്ക് മാറ്റും. 18 മില്ലിമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. അടുത്തത് എ മെഷീൻ weighing 13 kilonewton is provided with a steel eye bolt for lifting it. If the ultimate tensile strength of steel is 500 megapascal and the factor of safety is 6, find the size of bolt. വെയിറ്റ് ഓഫ് മെഷീൻ എന്ന് പറയുന്നത് 30 കിലോ ന്യൂട്ടൺ ആണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 500 മെഗാ പാസ്കൽ. നമ്മൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഉപയോഗിച്ചല്ല സാധാരണഗതിയിൽ ഡിസൈൻ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഡിസൈൻ സ്ട്രെസ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമുക്ക് 6 എന്ന് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ സേഫ് അലോവബിൾ ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ut by factor of safety. So safe allowable stress sigma t is equal to 500 by 6 equal to 83.33 Newton per millimeter square ആയിരിക്കും. സോ ഇത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഡിസൈൻ ചെയ്യാൻ. So here the external tensile load P is equal to 5/4 DC square sigma t. Okay, then what is DC? DC equal to square root 4p divided by pi into sigma t equal to square root 4 into 30 into 10 cube divided by pi into 83.33. ഇവിടെ എത്ര പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇതെല്ലാം ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ലോഡ് ന്യൂട്ടണിലാണ്. 30 കിലോ ന്യൂട്ടൺ ആയിരുന്നു, അത് 30 into 10 ക്യൂബ് ന്യൂട്ടണിലേക്ക് മാറ്റി. ഇവിടെ സ്ട്രെസ് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആക്കി. അങ്ങനെ എല്ലാം യൂണിറ്റ് കൺഫേം ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ വി ഗെറ്റ് DC ഈസ് ഈക്വൽ ടു 21.41 മില്ലിമീറ്റർ. അപ്പോൾ ഈ കോർ ഡയമീറ്റർ DC എന്ന് പറഞ്ഞ 0.84 ഡിക്ക് തുല്യമാണെന്ന് നമുക്കറിയാം. സോ D ഈസ് ഈക്വൽ ടു നോമിനൽ ഡയമീറ്റർ D ഈക്വൽ ടു DC ഡിവൈഡ് 0.84 ആയിരിക്കും. 21.41 ഡിവൈഡ് ബൈ 0.84 വി ഗെറ്റ് 25.49. അപ്പോൾ തൊട്ടടുത്ത വാല്യൂവിലേക്ക് 30 മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. 27 കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ. അടുത്തത് സ്ട്രെസ്സസ് ഡ്യൂ ടു കമ്പൈൻഡ് ഫോഴ്സസ്. ഇനി കമ്പൈൻഡ് ഫോഴ്സ് കൊണ്ടുണ്ടാകാവുന്ന സ്ട്രെസ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആക്സിയൽ ലോഡ് ആൻഡ് ബോൾട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇനിഷ്യൽ ടെൻഷൻ ആൻഡ് ഓൺ ദ എക്സ്റ്റേണൽ ലോഡ്. റിസൾട്ടന്റ് ആക്സിയൽ ലോഡ് ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇനിഷ്യൽ ടെൻഷൻ, നമ്മൾ കണ്ടു ഇനിഷ്യൽ ടൈറ്റനിങ് ലോഡ്, അതുപോലെ എക്സ്റ്റേണൽ ലോഡ്, രണ്ടിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇലാസ്റ്റിക് yielding ഓഫ് ദ ബോൾട്ട് ആൻഡ് ദ കണക്ടിങ് മെമ്പേഴ്സ്. ഇത് കൂടാതെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് ബോൾട്ട് ഇലാസ്റ്റിക് yielding വരാനുള്ള സാധ്യത. വളരെ ടൈറ്റായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ബോൾട്ടിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ കണക്ടിങ് മെമ്പേഴ്സിനും ഉണ്ടാകും. ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ റിസൾട്ടന്റ് ലോഡ് കാണുന്നത്. സോ വെൻ എ ബോൾട്ടഡ് അസംബ്ലി the nut is tightened to the extent that an additional tensile load equal to the initial tension acts on the bolt. P resultant equal to Pi plus
A by 1 plus a P എന്നാണ് കൊടുക്കുന്നത്. where PR equal to resultant axial load on a bolt in Newton, PI initial tension due to tightening of the bolt in Newton, P equal to external axial load on bolt in Newton, and A is equal to ratio of elasticity of connected parts to the elasticity of bolt. So ഇവിടെ A by 1 plus A നമ്മൾ stiffness coefficient എന്നാണ് പറയുന്നത്. Resultant load നമുക്ക് കിട്ടുന്നത് PI plus KP എന്നാണ് കിട്ടുക. അപ്പോൾ ഇത് വെച്ച് നമുക്ക് combined force കൊണ്ടുള്ള resultant load നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ രണ്ട് ജോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഗ്യാസ്കറ്റ് ജോയിന്റും ഗ്രൗണ്ട് ജോയിന്റും. ഇവിടെ കണക്ടർ പാർട്സ് കാണിച്ചിരിക്കുന്നു, ഇവിടെ ഒരു ഗ്യാസ്കറ്റ് ഉണ്ട്, ഇവിടെ ഗ്യാസ്കറ്റ് ഇല്ലാതെ കാണിച്ചിരിക്കുന്നു. Okay, one problem. A bolted assembly is subjected to an external load of 10 kilonewton and the initial preload on the bolt is 20 kilonewton. Find the resultant load on the bolt if the stiffness coefficient of the joint is 0.34. ഇവിടെ external tensile load നമുക്ക് തന്നിരിക്കുന്നു 10 kilonewton, 10 into 10 cube. Initial tightening load PI equal to 20 kilonewton തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ 20 into 10 cube ന്യൂട്ടണിലേക്ക് മാറ്റിയിരിക്കുകയാണ് രണ്ടും. Stiffness coefficient 0.34 എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റിസൾട്ടന്റ് ലോഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. PR equal to PI plus KP ആണ്. 20 into 10 cube plus 0.34 into 10 into 10 cube equal to 23.4 kilonewton നമുക്ക് കിട്ടും. So resultant load on bolt is 23.4 kilonewton. അടുത്തത് design of bolts for cylinder covers. സിലിണ്ടർ കവർ ഡിസൈൻ ചെയ്യുന്നതിനുമ്പോൾ അവിടെ നമ്മൾ ബോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ബോൾട്ടുകളിൽ എത്രത്തോളം എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം സിലിണ്ടർ കവർ സാധാരണഗതിയിൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനൊക്കെ ആണെങ്കിലും ആ എഞ്ചിന്റെ മുകളിലും നമുക്കൊരു സിലിണ്ടർ കവർ ഉണ്ടായിരിക്കും. ആ സിലിണ്ടർ കവറുകൾ സിലിണ്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ബോൾട്ടും നട്ടും ഒക്കെയാണ്. അപ്പോൾ എത്രമാത്രം ലോഡ് ആ ബോൾട്ടിന്റെ മുകളിൽ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റൂ. അതിന് എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, cylinder covers are secured to the cylinder flange with the help of bolts. Okay, force on the cylinder cover equal to intensity of pressure into area അതായിരിക്കും. ഇവിടെ നമുക്കറിയാം ഇതൊരു സിലിണ്ടർ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ പ്രഷർ P എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു ഫോഴ്സ് കൊടുത്തിരിക്കുകയാണ്. ആ ഫോഴ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സിലിണ്ടർ കവറിന്റെ മുകളിൽ ഒരു ഫോഴ്സ് വരും. അപ്പോൾ പ്രഷർ ഇന്റൻസിറ്റി P ആണെങ്കിൽ പ്രഷർ ഇന്റൻസിറ്റി P ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. നമുക്കറിയാം പ്രഷർ ഇന്റൻസിറ്റി ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഫോഴ്സ്, അതായത് ഉള്ളിൽ നിന്ന് ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ നിന്ന് ഈ കവറിന്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇറ്റ്സ് ഈക്വൽ ടു പൈ ബൈ 4 d സ്ക്വയർ P എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റേണൽ ഡയമീറ്റർ D ആയതുകൊണ്ട് ഇന്റേണൽ ഉള്ളിലുള്ള ഏരിയ പൈ ബൈ 4 d സ്ക്വയർ ആയിരിക്കും. ഇവിടുത്തെ പ്രഷർ ഇന്റൻസിറ്റി P ആണ്. സോ പ്രഷർ ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. ഈ ക്യാപിറ്റൽ P is equal to പൈ ബൈ 4 d സ്ക്വയർ സ്മോൾ p. ഈ P എന്ന് പറയുന്നത് പ്രഷർ ഇന്റൻസിറ്റി ആണ്. ഈ ക്യാപിറ്റൽ P കൊടുത്തിരിക്കുന്നത് ടോട്ടൽ ഫോഴ്സ് ആണ്, ഫോഴ്സ് ഓൺ ദ സിലിണ്ടർ ആണ്. അപ്പോൾ എത്ര ഫോഴ്സ് വരുന്നോ അത്രയും ഫോഴ്സിനെ പൂർണ്ണമായിട്ടും ഇവിടെ കൊടുത്തിട്ടുള്ള മുഴുവൻ ബോൾട്ടുകളും കൂടി ഇതിനെയെല്ലാം ഈ ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ടേക്കപ്പ് ചെയ്യണം. അതിനുള്ള ഒരു കഴിവ് ഈ ബോൾട്ടുകൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ n നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടെങ്കിൽ ഓരോ ബോൾട്ടിലും എത്ര സ്ട്രെസ് വരുന്നു ആ സ്ട്രെസ്സിൻ്റെ ഏരിയ ഇൻറ്റു n നമ്പർ ഓഫ് ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ലോഡിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ബോൾട്ട്സ് ഓർ സ്റ്റഡ്സ് P is equal to എന്തായിരിക്കും പൈ ബൈ 4 DC സ്ക്വയർ സിഗ്മ T ഇൻറ്റു n ആയിരിക്കും. പൈ ബൈ 4 DC സ്ക്വയർ എന്ന് പറയുന്നത് ഈ ബോൾട്ടിന്റെ കോർ ഏരിയ ആണ്, ഇൻറ്റു സിഗ്മ T. നേരത്തെ പറഞ്ഞു സ്ട്രെസ് ഇൻറ്റു കോർ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബോട്ടിലുള്ള ഫോഴ്സ് കിട്ടും. n നമ്പർ ഓഫ് ബോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാ ബോട്ടിലും കൂടി വരുന്ന ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സ് എക്സ്റ്റേണൽ ആയിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ലോഡിന് തുല്യമായി കാണും. സോ ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പൈ ബൈ 4 d സ്ക്വയർ P is equal to പൈ ബൈ 4 DC സ്ക്വയർ സിഗ്മ T ഇൻറ്റു n. ഇതിൽ നിന്നാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ബോൾട്ടും DC കിട്ടും. DC കിട്ടിയാൽ നമുക്ക് D കിട്ടും. 0.84 D ആണ് DC നമുക്കറിയാം. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ ബോൾട്ട്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇവിടെ പിച്ച് ഡയമീറ്റർ DP എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ DP എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ എന്നാണ് പറയുന്നത്. ഈ ഇതിന്റെ ബോൾട്ടിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. DP is equal to ക്യാപിറ്റൽ D പ്ലസ് 2 times തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് പ്ലസ് ഈ ഡിസ്റ്റൻസ് 1.5 D1 ആണ്. ഇവിടെ അതുപോലെ ഉണ്ടാവും. അപ്പോൾ 3 D1. അപ്പോൾ D1 എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബോൾട്ട് ഹോൾ ആണ്. ബോൾട്ട് ഹോളിന്റെ ഡയമീറ്റർ ആണ് D1.
അതേപോലെ ഔട്ട്സൈഡ് ഡയമീറ്റർ DO, ഔട്ട്സൈഡ് ഡയമീറ്റർ കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് DP പ്ലസ് ഇവിടെ നിന്നുള്ള സെന്ററിൽ നിന്ന് ഇവിടെ വരെ ഡിസ്റ്റൻസ് 1.5 D1, ഇവിടെയും 1.5 D1. അപ്പോൾ ടോട്ടൽ DO ഈക്വൽ ടു DP പ്ലസ് 3D1 അങ്ങനെ നമുക്ക് കൊടുക്കാം. T1 T2 എന്ന തിക്നെസ് ഓഫ് ഫ്ലാഞ്ചസ് ആണ്. ഓക്കെ, ഇവിടെ തിക്നെസ് ഓഫ് സിലിണ്ടർ വാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 mm ആയിരിക്കും. ഇനി ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ സിലിണ്ടർ ഹാസ് ആൻ എഫക്റ്റീവ് ഡയമീറ്റർ 300 mm. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ മാക്സിമം സ്റ്റീം പ്രഷർ ഓഫ് 1.5 MPa. Cylinder cover is fixed by means of 16 studs. Permissible tensile stress in the studs is limited to 30 MPa. Determine the size of studs. ഒരു സിലിണ്ടർ എഫക്റ്റീവ് ഡയമീറ്റർ തന്നിരിക്കുകയാണ് 300 mm. ഇറ്റ് ഈസ് സബ്ജക്ട് ടു എ മാക്സിമം സ്റ്റീം പ്രഷർ ഓഫ് 1.5 MPa. 1.5 MPa ആണ് ഇതിന്റെ സ്റ്റീം പ്രഷർ. നമുക്കറിയാം 1.5 MPa എന്ന് പറഞ്ഞാൽ 1.5 Nm/mm² ആണ്. നമ്പർ ഓഫ് സ്റ്റഡ്സ് 16 എണ്ണം തന്നിട്ടുണ്ട്. പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് 30 MPa ആണ്, അല്ലെങ്കിൽ 30 Nm/mm² ആണ്. സോ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ സിലിണ്ടർ കവർ ആദ്യം കാണണം. ഈക്വൽ ടു π/4 d²p π/4 300² into 1.5 എല്ലാം മില്ലിമീറ്ററിലാണ്. ഇവിടെ ഏരിയ അപ്പോൾ mm² into 1.5. And the resistance offered by the studs π/4 dc² sigma t n ആണ്. ഇതിന്റെ ഫോർമുല നമുക്കറിയാം. π/4 dc² sigma t n. π/4 into dc² into sigma t തന്നിട്ടുണ്ട്. ടെൻസൈൽ സ്ട്രെസ്, പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ് 30 into number of bolts 16. So dc ഇക്വേറ്റ് ചെയ്യുക, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dc കിട്ടുന്നത് dc equal to square root of 300² into 1.5 by 30 into 16 equal to 16.77. അടുത്തത് നമുക്ക് നോമിനൽ ഡയമീറ്റർ D കാണണം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് DC അല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോമിനൽ ഡയമീറ്റർ ആണ്. നോമിനൽ ഡയമീറ്റർ D എന്ന് പറയുന്നത് സൈസ് ഓഫ് സ്റ്റഡ് D എന്ന് പറഞ്ഞാൽ DC divided by 0.84 ആണ്. So we get 16.77 by 0.84 equal to 19.96, say 20 mm. തൊട്ടടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ 20 mm അത് മാറ്റി. ഇതാണ് സ്റ്റാൻഡേർഡ് സൈസ് ഒരു ഡയമീറ്ററിന്റെ, ഐ മീൻ ഒരു ബോൾട്ടിന്റെ ഒരു ഡയമീറ്റർ വരിക, അല്ലെങ്കിൽ സ്റ്റഡിന്റെ ഡയമീറ്റർ വരുന്നത്. ഓക്കെ, അടുത്തത് the effective diameter of a cylinder is 0.4 meter and the highest pressure of steam acting on the cylinder head is 1.1 MPa. Allowable stress in tension of bolt material is 32 MPa. If the cylinder head is held by 12 bolts, find the size of the bolts. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 0.4 മീറ്റർ ആണ്. 0.4 into 10³ mm ആണ്. ഹയസ്റ്റ് പ്രഷർ ഓഫ് സ്റ്റീം എന്ന് പറയുന്നത് 1.1 MPa ആണ്. 1.1 Nm/mm² ആണ്. അലൗവബിൾ സ്ട്രെസ് ഇൻ ടെൻഷൻ ഓഫ് ബോൾട്ട് മെറ്റീരിയൽ 32 MPa ആണ്. 32 Nm/mm² ആണ്. സിലിണ്ടർ ഹെഡ് കൊടുത്തിരിക്കുന്നത് 12 ബോൾട്ടുകളാണ്. ഫൈൻഡ് ദ സൈസ് ഓഫ് ബോൾട്ട്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ here we can find the force acting on the cylinder head. P is equal to π/4 d²p is equal to π/4 into 0.4 into 10³ into 1.1. 1.1 is the pressure intensity, pressure of steam acting on this cylinder. So resistance offered by the bolts P is equal to π/4 dc² sigma t n equal to π/4 dc² into 32 into 12. Number of bolts 12 ആണ്. So equating the above two equations we get dc equal to 21.41 mm and nominal diameter D is equal to dc by 0.84 equal to 21.41 by 0.84 equal to 25.49, say 27 mm. 25 കഴിഞ്ഞാൽ അടുത്ത തൊട്ടടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ 27 ആണ്. സോ ഹിയർ യു ഹാവ് ടു ടേക്ക് ദ വാല്യൂ 27 mm. സൈസ് ഓഫ് ദ ബോട്ട് ഈസ് M27. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ. എ സിലിണ്ടർ ഹെഡ് ഓഫ് സ്റ്റീം, ഇതെല്ലാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലുള്ളതാണ്, അതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്ന ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ബാക്ക് പ്രഷർ വരുമ്പോൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ബാക്ക് പ്രഷറിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്റ്റീം പ്രഷർ തന്നിരിക്കുകയാണ് 0.85 MPa. നമുക്ക് അത് വെച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. എ സിലിണ്ടർ ഹെഡ് ഓഫ് സ്റ്റീം എഞ്ചിൻ is held by 14 volts. The effective diameter of the cylinder is 350 mm. The steam pressure is 0.85 MPa. Find the size of the bolt if the permissible stress in the bolt is 20 MPa. Number of bolts n equal to 40 ആണ്. ഇവിടെ എഫക്റ്റീവ് ഡയമീറ്റർ 350 mm, സ്റ്റീം പ്രഷർ 0.85 Nm/mm², പെർമിസിബിൾ സ്ട്രെസ് 20 Nm/mm² തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്കറിയാം.
Force acting on the cylinder head of engine കാണാം pi by 4 d square p. അതുപോലെ resistance suffered by bolts pi by 4 dc square sigma t n pi by 4 dc square sigma t നമുക്ക് തന്നിട്ടുണ്ട് sigma t 20 into n number of bolts 14 equate ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് core diameter of studs കിട്ടും dc equal to 19.28 എന്ന് കിട്ടും nominal diameter d എന്ന് പറയുന്നത് 22.95 എന്ന് കിട്ടും തൊട്ടടുത്ത സ്റ്റാൻഡേർഡ് വാല്യൂ 24 ആയതുകൊണ്ട് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു ഓക്കേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് സ്റ്റീം എഞ്ചിനിൽ ഒരു back pressure കൂടി വരുന്ന ഒരു പ്രോബ്ലം ആണത് in a steam engine maximum steam pressure is 1 megapascal absolute and the back pressure is 0.015 megapascal absolute the cylinder diameter is 300 millimeter determine the diameter of the screwed end of the piston rod when the allowable stress is 45 megapascal in tension maximum steam pressure P1 1 megapascal ആണ് back pressure PB 0.015 megapascal ആണ് allowable stress എന്ന് പറയുന്നത് 45 newton per millimeter square ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് എഫക്റ്റീവ് സ്റ്റീം പ്രഷർ കൂടി കാണണം കാരണം ഇവിടെ ഒരു ബാക്ക് പ്രഷർ ആക്ട് ചെയ്യുന്നതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ഒരു പ്രഷർ വരുന്നുണ്ട് അപ്പോൾ എഫക്റ്റീവ് പ്രഷർ കണ്ടിട്ട് നമുക്ക് അതിന്റെ ഫോഴ്സ് ആണ് കാണേണ്ടത് ഓക്കേ അപ്പോൾ പ്രഷർ ഇന്റൻസിറ്റി നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 0.015 എന്നാണ് ഈക്വൽ ടു 0.985 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പിസ്റ്റൺ റോഡ് ഓഫ് സ്റ്റീം എഞ്ചിൻ ആ പിസ്റ്റൺ റോഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ അതിന്റെ ഏരിയ കാണാം pi by 4 into d square into p അപ്പോൾ അതിന്റെ ഉള്ളിൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ പിസ്റ്റൺ റോഡ് ഓഫ് സ്റ്റീം എഞ്ചിൻ നമുക്ക് കിട്ടി റെസിസ്റ്റൻസ് സഫേർഡ് ബൈ ദ സ്ക്രൂഡ് എൻഡ് ഓഫ് പിസ്റ്റൺ റോഡ് എന്ന് പറയുന്നത് pi by 4 dc square sigma t ആണ് n എന്ന് പറഞ്ഞാൽ ഒന്നാണ് കാണാനുള്ളൂ കാരണം പിസ്റ്റൺ റോഡ് ഒറ്റൊരെണ്ണേ ഉള്ളൂ അതുകൊണ്ട് സോ ഇറ്റ്സ് ഈക്വൽ ടു pi by 4 into dc square into 45 എന്ന് കിട്ടും sigma t 45 തന്നിട്ടുണ്ട് ഇക്വേറ്റ് ചെയ്യുന്നു by equating we get to dc as 44.38 millimeter nominal diameter d equal to dc by 0.84 അപ്പോൾ നമുക്ക് കിട്ടുന്നത് 52.83 എന്ന് കിട്ടും അത് തൊട്ടടുത്ത വാല്യൂ 56 മില്ലിമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു ഓക്കേ അടുത്തത് bolts of uniform strength ആണ് bolts of uniform strength നമുക്ക് നോക്കാം ഇവിടെ സാധാരണഗതിയിൽ ഒരു ബോൾട്ട് വർക്ക് കൊടുക്കുകയാണെങ്കിൽ ബോൾട്ട് ഒരു ത്രെഡഡ് ജോയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ ലോഡ് വരുന്ന സമയത്ത് അത് ഫെയിലിയർ ആവാനുള്ള സാധ്യത എപ്പോഴും കോർ ഏരിയയിൽ കോറിന്റെ ഭാഗത്തായിരിക്കും കാരണം കോറിന്റെ ഇവിടെ എപ്പോഴുള്ള ഏരിയ എപ്പോഴും കുറവായിരിക്കും കോറിന്റെ ഡയമീറ്റർ കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ നടക്കാനുള്ള സാധ്യതയും ഈ കോർ ഡയമീറ്ററിന്റെ ഭാഗത്തായിരിക്കും ഇതാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക എന്നാൽ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ബോൾട്സ് ഓഫ് യൂണിഫോം സ്ട്രെങ്ത് ഉണ്ടാക്കുന്നത് രണ്ട് മാർഗത്തിലൂടെ അത് ചെയ്യാം രണ്ട് മാർഗം ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഷാങ്കിന്റെ ഡയമീറ്ററിനെ തുല്യമാക്കി കോർ ഡയമീറ്റർ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അല്പം സൈസ് കൂട്ടിയിട്ട് ത്രെഡിന്റെ ഭാഗം ചെയ്യുന്നു അതോടൊപ്പം ഷാങ്കിന്റെ ഡയമീറ്ററിന് അതിന്റെ അതേ ഡയമീറ്റർ നമ്മൾ കോറിന്റെ ഭാഗത്തും കൊടുക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള സ്ട്രെസ് ആയിരിക്കും എല്ലാ ഭാഗത്തും ഉണ്ടാകുക സോ its chance for failure will be reduced very much അതാണ് ഒരു മാർഗം രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് we can make a drilled hole through this shank portion ഇതിനുള്ളിലൂടെ നമുക്ക് ഒരു ഡ്രിൽ ചെയ്ത ഒരു ഹോൾ ഉണ്ടാക്കാം ആ ഹോളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയുള്ള എഫക്റ്റീവ് ഏരിയയ്ക്ക് തുല്യമായിരിക്കണം ഇവിടെയുള്ള എഫക്റ്റീവ് ഏരിയ ആ രീതിയിലാണ് ഈ ത്രെഡഡ് പോർഷനിലുള്ള എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് pi by 4 into outside diameter d എന്ന് വരിക pi by 4 d square minus pi by 4 dc square ആയിരിക്കും അതാണല്ലോ ഇവിടുത്തെ എഫക്റ്റീവ് ഏരിയ ആ ഏരിയയ്ക്ക് തുല്യമായിരിക്കണം ഇവിടെയും pi by 4 d square minus pi by 4 d1 square എന്ന് പറയുന്ന ഈ എഫക്റ്റീവ് ഏരിയ ഇവിടെയുള്ള എഫക്റ്റീവ് ഏരിയ ഈക്വൽ ആക്കിയാൽ നമുക്ക് bolts of uniform strength ഉണ്ടാക്കാം രണ്ട് മാർഗ്ഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് so there are two methods to achieve bolts of uniform strength turn down shank diameter bolt equal or lesser than the core diameter of thread as shown in figure B and it gives bolt of uniform strength in this method an axial hole is drilled to the head as far as threaded portion such that area of shank becomes equal to the root area of thread as shown in figure C where d1 equal to diameter of hole to be drilled do equal to nominal diameter dc core diameter so ഇത് രണ്ടും equate ചെയ്യുമ്പോൾ area same ആയി വരണം pi by 4 d square minus pi by 4 d1 square equal to pi by 4 dc square pi by 4 d square minus pi by 4 d1 square equal to pi by 4 dc square ന് തുല്യമായിട്ട് വരേണ്ടതുണ്ട് ഓക്കേ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ d1 equal to square root d square minus dc square എന്ന് കിട്ടും
ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ.